ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, എങ്ങനെയൊക്കെയാണ് കോട്ടയത്ത് ചർച്ചകൾ നടക്കുന്നത്? LDFനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാത്ത പല നേതാക്കളുണ്ട്, ഘടകകക്ഷികൾ നേതാക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവർക്കും തൃപ്തിയോടെ എങ്ങനെ നീങ്ങാം സ്ഥാനാർത്ഥി കാര്യത്തിൽ എന്താണ് CPM ആലോചിക്കുന്നത്? ധന്യ, കോട്ടയം മണ്ഡലത്തിൽ 4ാം തവണയും അധികാരം പിടിക്കാനുള്ള നീക്കമാണ് UDF നടത്തുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് UDFന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ LDFന്റെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിവരങ്ങൾ പങ്കുവെക്കുന്നത്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ചാനൽ ചർച്ചകളിൽ പരിചിത മുഖവുമായ K. അനിൽകുമാറിന് തന്നെയാണ് ഇക്കുറിയും കോട്ടയം മണ്ഡലത്തിൽ പ്രഥമ പരിഗണനയുള്ളത്. K. അനിൽകുമാർ CPM സംസ്ഥാന കമ്മിറ്റി അംഗം, CITU ജില്ലാ സെക്രട്ടറി, ചാനൽ ചർച്ചകളിലെ മുഖം എന്നതിനുപരി ജില്ലയിലെ പാരിസ്ഥിതിക സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. ആ നിലയ്ക്കൊക്കെയും പല അനുകൂല ഘടകങ്ങൾ അനിൽകുമാറിനുണ്ട്. 2016 ഏകദേശം 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു തിരുവഞ്ചൂർ ജയിച്ചത്. അത് 2021 അനിൽകുമാറുമായി മത്സരിച്ചപ്പോൾ 18,000-ആയി കുറഞ്ഞു. അതും ഒരു അനുകൂല ഘടകമാണ്. അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ റെജി സക്കറി എന്നീ പേരുകളും കോട്ടയം മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. NCP-യിൽ ചേർന്ന കോൺഗ്രസിലെ മുൻ നേതാവ് ലതിക സുഭാഷിന്റെ പേരും സജീവ ചർച്ചയുണ്ടെങ്കിലും NCPക്ക് സീറ്റ് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ലതിക സുഭാഷിന് സീറ്റ് നൽകാനോ ഇടയില്ല. അത്തരത്തിലുള്ളൊരു ചർച്ചകൾ നേതാക്കൾക്കിടയിൽ ആലോചനയിൽ മാത്രമായി ഒതുങ്ങിപ്പോകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും K. അനിൽകുമാറിനാണ് കോട്ടയം മണ്ഡലത്തിൽ CPM പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPMന്റെ ചർച്ചകളും LDFന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമൊക്കെ സജീവമായി നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും സംസ്ഥാന നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകേണ്ടത്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും 4ാം തവണയും കോട്ടയത്ത് മത്സരിക്കുമെന്ന് ഉറപ്പായി. എന്തായാലും 2011 ആദ്യമായി കോട്ടയത്ത് വന്നപ്പോൾ സിറ്റിംഗ് MLA ആയിരുന്ന VN വാസവനോട് കേവലം 711 വോട്ടുകളുടെ മാർജിനിലാണ് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിച്ചതെങ്കിൽ പിന്നീട് 2016 അതിന് ഭൂരിപക്ഷത്തിൽ വൻ കുതിപ്പ് നടത്തുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിഞ്ഞു. അന്ന് 33,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് ജയിച്ചത്. പിന്നീട് K. അനിൽകുമാർ 2021 മത്സരിച്ചപ്പോൾ അത് 18,000-ആയി മാർജിൻ കുറയുകയും ചെയ്തു. എന്തായാലും മൂന്നാമതൊരു സ്ഥാനാർത്ഥി, അതായത് BJPക്കും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാകും കോട്ടയത്ത് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ഇരു മുന്നണികൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കപ്പെടും. കാരണം മുമ്പ് ഇത് പരമ്പരാഗതമായി UDF മണ്ഡലം എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ TK രാമകൃഷ്ണനും അതോടൊപ്പം സുരേഷ് കുറുപ്പ് അടക്കമുള്ളവർ LDF സ്ഥാനാർത്ഥികളായി ഇവിടെ നിന്ന് മത്സരിച്ച് കോട്ടയത്തു നിന്നും ജയിച്ചു കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി കോട്ടയത്തിലുണ്ട്. അതിലേക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ K. അനിൽകുമാറിന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും LDF ക്യാമ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും മണ്ഡലം K. അനിൽകുമാറിലൂടെ തിരികെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയാണ് LDF നേതൃത്വത്തിനുള്ളത്. ധന്യവാദം. ഈ കഴിഞ്ഞ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ കൊടുങ്കാറ്റ് പോലെയാണ് അവിടെ വലിയ പ്രഹരം LDFനുണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതുകൂടി ചർച്ചയാകും. ജോസ് കെ മാണി ചില കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ഇതിലേക്ക് പറയാനുള്ള സാധ്യതയുണ്ട്. CPI-യിലെ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ് LDFനെ സംബന്ധിച്ച്? ഇപ്പം നേരത്തെ ജോസി പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ ലീഡിലേക്കെങ്കിലും എത്താൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടോ? ഒപ്പം തന്നെ UDFന്റെ ഒരു ആത്മവിശ്വാസം അത് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കൂടി വെച്ച് നോക്കുമ്പോൾ? ധന്യ, UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉടനീളമുണ്ടായ മുന്നേറ്റം അത് കോട്ടയത്തും UDFന് ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലടക്കം ഭരണം തിരികെ പിടിക്കാൻ കഴിഞ്ഞു. നഗരസഭകളിൽ എല്ലായിടത്തും പാലായിൽ സ്വതന്ത്ര UDF പിന്തുണയോടെ അധികാരത്തിലേക്ക് എത്തിയെങ്കിലും തത്വത്തിൽ എല്ലാ നഗരസഭയും UDFന്റെ കീഴിലാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11 9 UDFന് ഭരണം പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളും UDF ക്യാമ്പിൽ സജീവമാണ്. പല പേരുകളും കേൾക്കുന്നുണ്ട്. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള നീക്കവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. കൂടുതൽ സ്ഥാനാർത്ഥികളെ ജില്ലയിൽ നിന്നും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. LDFിലേക്ക് വരികയാണെങ്കിൽ LDFിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നതോടുകൂടിയാണ് തുടർഭരണത്തിന് തന്നെ, പിണറായി സർക്കാരിൻ്റെ തുടർഭരണത്തിന് തന്നെ അത് വളരെ നിർണായകമായത്. മധ്യകേരളത്തിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടിയുണ്ടായ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് പല പഞ്ചായത്ത് ഭരണങ്ങളും നഷ്ടപ്പെട്ടു. അതോടൊപ്പം പാലാ നഗരസഭാ ഭരണമടക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൽ അല്പം ദുർബലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ്
തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിലവിലെ സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നതും. അതൊക്കെയും നേരത്തെ കഴിഞ്ഞ തവണ LDF-ന് മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം വലിയ ശക്തി പ്രാപിക്കുകയും അതൊരു കരുത്താകുകയും അധികാരത്തിൽ വരാൻ ഗുണകരമാവുകയും ചെയ്തതുമെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഇനി മാസങ്ങളുണ്ട്. പരമാവധി തർക്കങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. ധന്യ.